ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ നൈജീരിയ, ബ്രസീൽ, ഗയാന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനതീതമായ കാഴ്ചപ്പാടോടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ ഝാർഖണ്ഡും മഹാരാഷ്ട്രയും. അവസാനവട്ട പ്രചാരണം ഊർജിതമാക്കി പാലക്കാട്. ഇന്ന് ദേശീയ പത്രദിനം. പണം നൽകി സൃഷ്ടിക്കുന്ന വാർത്തകൾ സമൂഹത്തിന് വെല്ലുവിളിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഡൽഹിയിൽ വായു ഗുണനിലവാരം അതീവ ഗുരുതരമായി തുടരുന്നു. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ നൈജീരിയ, ബ്രസീൽ, ഗയാന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തന്ത്രപരമായ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിന് നൈജീരിയൻ സന്ദർശനം അവസരമൊരുക്കുമെന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് നടത്തിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. 17 വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. യാത്രയുടെ 2ാം ഘട്ടത്തിൽ G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ശ്രീ നരേന്ദ്രമോദി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ എത്തും. ചൊവ്വാഴ്ച ഗയാന സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യയിലേക്ക് മടങ്ങും. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അതീതമായ കാഴ്ചപ്പാടോടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച നേതൃ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ പുരോഗതിക്കായാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. നിക്ഷേപങ്ങളിൽ ഊന്നിയുള്ള വികസന മാതൃക പിന്തുടരുന്നതിലൂടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് രാജ്യത്തെയും ജനങ്ങളെയും പുരോഗതിയിലേക്ക് നയിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ശ്രീ മോദി പറഞ്ഞു. ഝാർഖണ്ഡിൽ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. മുതിർന്ന BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ പൊതുറാലികളെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ 2 ഇടങ്ങളിലും JMM നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സൊറേൻ 6 ഇടങ്ങളിലും റാലികളിൽ പങ്കെടുത്തു. മഹാരാഷ്ട്രയിലെ മഹായുതി സർക്കാർ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും ശാക്തീകരിച്ചെന്ന് മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകരുമായി നടത്തിയ വെർച്വൽ യോഗത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. അതേസമയം മഹാരാഷ്ട്ര സർക്കാർ സാമ്പത്തിക നില തകിടം മറിച്ചെന്ന് കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ധനമന്ത്രിയുമായ P. ചിദംബരം പറഞ്ഞു. കോൺഗ്രസിന്റെ മുംബൈ നമ പ്രകടന പത്രികയും ചടങ്ങിൽ പുറത്തിറക്കി. ഈ മാസം 20-നാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ BJP അധ്യക്ഷൻ JP നഡ്ഡയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. മഹാരാഷ്ട്രയിലെയും ഝാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ താരപ്രചാരകർ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി. കേരളത്തിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണവും അവസാന ഘട്ടത്തിലേക്ക്. LDF സ്ഥാനാർത്ഥി P. സരിനായി മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ പ്രചാരണത്തിനെത്തി. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനായി കോൺഗ്രസ് നേതാക്കളായ ദീപാദാസ് മുൻഷി, K. സുധാകരൻ, VD സതീശൻ എന്നിവരാണ് പ്രചാരണ രംഗത്ത്. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ കുടുംബയോഗങ്ങളിൽ BJP നേതാക്കളായ PK കൃഷ്ണദാസ്, MT രമേശ് എന്നിവരും മഹിളാ ശാക്തീകരണ യാത്രയിൽ ശോഭ സുരേന്ദ്രനും പങ്കെടുത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങൾ സുപ്രധാന പങ്ക് വഹിച്ചിരുന്നതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ദേശീയ പത്രദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പണം നൽകി സൃഷ്ടിക്കുന്ന വാർത്തകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ അൽഗോരിതമിക് ബയാസ്, നിർമ്മിത ബുദ്ധി എന്നിവയും സമൂഹത്തിന് വെല്ലുവിളിയായി മാറുകയാണെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. Regardless of the factual accuracy, the platforms and the algorithms instead have a tendency to maximize the content which generates such strong reaction. In a country as diverse as India, misinformation and such algorithmic bias can have serious social consequences. We have seen this in multiple instances. This approach is, in my opinion, irresponsible and it is dangerous for our society. വ്യാജ വാർത്തകൾ ഏറെ ആശങ്കാജനകമാണെന്ന് പരിപാടിയിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. നാരായൺപൂർ ജില്ലയിലെ അബുന്ത്മാണ്ട് മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് BSF പ്രത്യേക ദൌത്യസേന, STF, ജില്ലാ റിസർവ് ഗാർഡ് എന്നിവയുടെ സംയുക്ത സംഘം നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്.
കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ സേന കണ്ടെടുത്തു. വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ വായു ഗുണനിലവാരം പരിതാപകരമായി തുടരുന്നു. വായു മലിനീകരണം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞ ദിവസം ഡൽഹി മുഖ്യമന്ത്രി സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം പരിഷ്കരിച്ചിരുന്നു. സ്കൂളുകൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറുമെന്നും അറിയിച്ചു. അടുത്ത 2 ദിവസം ഡൽഹിയിൽ പുകമഞ്ഞും മൂടൽമഞ്ഞും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വെർച്വൽ ക്യൂ സംവിധാനം വഴി ശബരിമല തീർത്ഥാടകർക്ക് ആദ്യ ദിനത്തിൽ സുഗമമായ ദർശനം സാധ്യമായതായി മന്ത്രി VN വാസവൻ. നട തുറന്ന വെള്ളിയാഴ്ച 30,000 പേരാണ് ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നത്. ഇതിൽ 26,942 പേർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി 1,872 ഭക്തരുമെത്തി. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തെ വിവിധ വകുപ്പ് മേധാവിമാരുടെ അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG സുതാര്യമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. CAGയുടെ പ്രവർത്തനം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണെന്നും ന്യൂഡൽഹിയിൽ 4ാമത് ഓഡിറ്റ് ദിന പരിപാടിയെ അഭിസംബോധന ചെയ്യവേ ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. दुनिया के देश हमारी इस लेखा परीक्षा का अध्ययन करने आते हैं और प्रयास करते हैं कि हम भारत की लेखा परीक्षा को अपने आप अपनाएं और इसीलिए हमारी संस्था प्राइड के अंदर भी कम से कम 50 देश के अधिकारी कर्मचारी भारत में आते हैं. CAG ആരംഭിച്ചതിന്റെയും ഇന്ത്യയുടെ സദ്ഭരണത്തിന് CAG വഹിക്കുന്ന പങ്കിന്റെയും ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും നവംബർ 16 ഓഡിറ്റ് ദിനമായി ആഘോഷിക്കുന്നത്. മണിപ്പൂരിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ സേനയ്ക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മണിപ്പൂരിൽ ക്രമസമാധാന സ്ഥിതി ദുർബലമാണ്. കാര്യക്ഷമമായ അന്വേഷണത്തിനായി സുപ്രധാന കേസുകൾ NIAയ്ക്ക് കൈമാറി. സുരക്ഷാ സേനയുമായി സഹകരിക്കണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഉത്തർപ്രദേശിലെ ഝാൻസി മെഡിക്കൽ കോളേജിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 10 നവജാത ശിശുക്കളിൽ 3 കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ടെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പാഠക്. ആവശ്യമെങ്കിൽ DNA പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മരണമടഞ്ഞ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ ധനസഹായവും പരിക്കേറ്റവർക്ക് 50,000 രൂപ നഷ്ടപരിഹാരവും നൽകും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 43ാമത് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാരമേളയിലെ MSME പവലിയൻ കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി ഉദ്ഘാടനം ചെയ്തു. ഹരിത MSMEകൾ എന്നതാണ് പവലിയന്റെ പ്രമേയം. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലൂടെ ഹരിത സാങ്കേതികവിദ്യ അവലംബിക്കുകയാണ് പവലിയനിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ശ്രീലങ്കയിൽ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം വ്യാഴാഴ്ച. പ്രസിഡന്റ് അനുര ദിസനായകയുടെ നയപ്രഖ്യാപനവും അന്നുണ്ടാകും. ഇന്നലെ നടന്ന വോട്ടെണ്ണലിൽ ദിസനായകയുടെ NPP മികച്ച ഭൂരിപക്ഷമാണ് നേടിയത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MPമാർക്കായുള്ള ശില്പശാല ഈ മാസം 25-ന് ആരംഭിക്കും. ശ്രീലങ്കൻ ചീഫ് ജസ്റ്റിസായി മുർദു ഫെർണാണ്ടോ നിയമിതയായി. ഭരണഘടനാ കൌൺസിൽ ഔദ്യോഗികമായി മുർദുവിന്റെ നിയമനത്തിന് അംഗീകാരം നൽകി. 2011-ന് ശേഷം ഇത് 2ാം തവണയാണ് ശ്രീലങ്കയുടെ ചരിത്രത്തിൽ വനിതാ ചീഫ് ജസ്റ്റിസ് നിയമിതയാകുന്നത്. യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ റഷ്യ മുൻകൈയെടുക്കണമെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്. ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ദിവസത്തെ നൈജീരിയ, ബ്രസീൽ, ഗയാന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അതീതമായ കാഴ്ചപ്പാടോടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ ഝാർഖണ്ഡും മഹാരാഷ്ട്രയും. അവസാനവട്ട പ്രചാരണം ഊർജിതമാക്കി പാലക്കാട്. ഇന്ന് ദേശീയ പത്രദിനം. പണം നൽകി സൃഷ്ടിക്കുന്ന വാർത്തകൾ സമൂഹത്തിന് വെല്ലുവിളിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഡൽഹിയിൽ വായു ഗുണനിലവാരം അതീവ ഗുരുതരമായി തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.